നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വിചാരിച്ച ഗൗരി? എങ്ങയിലൂടെ മഹിയെ നേടാന്നോ? അവന്റെ ഭാവി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കൈലാസത്തിന്റെ സർവാധികാരി ഞാനാ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്നെ ബന്ധിക്കണം. അത് ഞാൻ ഉടനെ ചെയ്തിരിക്കും. പിന്നെ നിനക്ക് വീട്ടിലോ മഹിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. മരണപ്പെട്ട ആത്മാക്കളുടെ ലോകം ഭൂമിയല്ല, പരലോക. അവിടെയാ നിന്റെ സ്ഥാനം. ഈ ഭൂമിയിൽ നിന്നും നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോവാ തന്നെ വേണം. അയ്യോ മഹി മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരോടെ ഈ ദേഷ്യപ്പെട്ടത്? അത് പിന്നെ എന്നോട് തന്നെയാ എനിക്ക് ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും അതിൽ നന്മ മാത്രം കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. ആ മകനെ, എന്റെ മഹിയെ എനിക്ക് നഷ്ടമായി. അമ്മ എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അമ്മയുടെ ആ മഹി തന്നെയാ. പിന്നെ തെറ്റ് ആര് ചെയ്താലും അത് പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരുടെയും നന്മ കരുതിയ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ എന്താ അമ്മയത്? നമ്മളിത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത്? ഇന്ന് ആരെങ്കിലും ഇങ്ങനെയുള്ള പൂജയിലൊക്കെ വിശ്വസിക്കൂ? ഓരോരുത്തരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യും. അതില് അമ്മയും പോയി പെട്ടല്ലോ. ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? മോനെ മഹി, നിനക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും. അവിടെ ലോജിക്കൊന്നും ഞാൻ നോക്കില്ല. ഏത് വഴിയിലും നിനക്ക് നന്മയുണ്ടാവണം, ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതിനു വേണ്ടിയ ഈ പൂജയും വഴിപാടൊക്കെ നടത്തിയത്. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അമ്മയുടെ ആ സ്നേഹം പലരും മുതലെടുക്കുന്നുണ്ട്. അമ്മയെപ്പോലുള്ള ആൾക്കാരെ മുതലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് കപട സന്യാസികളും മാന്ത്രികരും ഒക്കെ ഉള്ള കാലമാണിത്. ഓരോ ദിവസവും എത്രയെത്ര നരഹത്യകളും മറ്റുമാണ് നടക്കുന്നത്. ഇത്രയും വിവരവും അറിവുള്ള അമ്മ അതിലൊക്കെ ചെന്ന് ചാടുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നത്. ഒരമ്മയുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവില്ല മഹി. നിന്റെ ഭാവി സുരക്ഷിതാക്കണം. അതിന് ഈ പൂജ നന്നായിരിക്കുമെന്ന് കേട്ടപ്പോ ചെയ്തു പോയതാ. പിന്നെ ഗംഗ, അവളുടെ ഭാവിയെ കൂടി കരുതിയ ഞാനിതെല്ലാം ചെയ്യാൻ സമ്മതിച്ചത്. ഒരാളെ തല്ലി കൊല്ലുന്നതാണോ അവരുടെ നന്മ? ഞാൻ അപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആ പാവത്തിനെ കൊല്ലില്ലായിരുന്നോ? അങ്ങനെയല്ല മഹി. അപ്പോഴത്തെ ഗംഗയുടെ പ്രവൃത്തികളൊന്നും നീ കാണാഞ്ഞിട്ട. അത് ഗംഗയായിരുന്നില്ല. അതാ ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അവളെ തല്ലിയത്. എനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗംഗ ഒരു പാവ, എന്റെ കൈവിരലിൽ തൂങ്ങി നടന്നു വളർന്ന കുട്ടിയാ. എനിക്ക് വേണ്ടിയാ അവൾ ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ സഹിക്കുന്നത്. ആ അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.